ഗൈസ്, നമസ്കാരം. ഞാനിങ്ങനെ യൂട്യൂബിൽ കുറെ ഷോർട്സ് ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴാണ് കുറെ കമന്റ്സ്, നീ ഏതാ, നീ ആരാ, വീട് എവിടെയാ, നാട് എവിടെയാന്നൊക്കെ ചോദിച്ചിട്ട് കുറെ മെസ്സേജസ് ഇട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആരാന്നും എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. അപ്പൊ ഞാനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. 6 ജൂൺ 2003 പയ്യന്നൂരിലെ മീനാക്ഷി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ധനശ്രീ എന്ന അതീവ ബുദ്ധിശാലിയും ധൈര്യശാലിയുമായ ഒരു പെൺകുട്ടി പിറന്നു. ഈ ചറപറ എന്ന് കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഉള്ളത് എന്റെ ഹോസ്റ്റലിലാണ്. എന്റെ വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. അമ്മ ബാങ്കിൽ വർക്ക് ചെയ്യാണ്, അച്ഛൻ KSRTCയിൽ വർക്ക് ചെയ്യാണ്, അനിയൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. വീട് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ എന്ന് പറയുന്ന ഒരു കൊച്ചു സുന്ദരമായ ഗ്രാമത്തിലാണ് എന്റെ വീട്. ചിറ്റാരിക്കാൽ എന്ന് പറയുന്നുണ്ടല്ലോ, കണ്ണൂർ കാസർഗോഡ് ബോർഡറിലാണ്. അതായത് കാസർഗോഡ് ജില്ലയിലാണ്. ചിറ്റാരിക്കാൽ ആണെങ്കിൽ ഈ പാലം കടന്നു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ പറയുമ്പം കാസർഗോഡ് ജില്ലയാണ്. പക്ഷെ പ്രോപ്പർ കാസർഗോഡ് അല്ല, ചിറ്റാരിക്കാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എന്റെ വീടുള്ളത്. 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് ഒരു CBSE സ്കൂളിലാണ്. +1 +2 ഒരു ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഞാൻ ഡിഗ്രി പഠിച്ചത് ഒരു ഗവൺമെന്റ് കോളേജിലാണ്. 10ാം ക്ലാസ്സും +1 +2 എല്ലാം ഞാൻ നാട്ടിലാണ് പഠിച്ചത്. പക്ഷെ ഡിഗ്രി ഞാൻ പഠിച്ചത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. ഡിഗ്രിയിൽ ഞാനൊരു സസ്യശാസ്ത്ര വിദ്യാർത്ഥിനിയായിരുന്നു. എന്തുകൊണ്ട് ഡിഗ്രി ബോട്ടണി എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 എനിക്ക് ബോട്ടണി ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഡിഗ്രി ബോട്ടണി എടുത്തത്. ഡിഗ്രി കഴിഞ്ഞ് ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരു വഴിത്തിരിവിലേക്ക് ഞാനിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നാ പിന്നെ PG കൂടെ ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലേക്ക് ഞാൻ എത്തിയത്. ഞാനിപ്പോ PG ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ മറ്റൊരറ്റത്താണ്, അതാണ് ഗുരുവായൂർ. ബോട്ടണിയിലെ മാസ്റ്റേഴ്സ് ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഗുരുവായൂരാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആരുമില്ല, എല്ലാവരും നാട്ടിൽ പോയിക്കണേ. അപ്പൊ ഇപ്പൊ പിന്നെ കാസർഗോഡാണല്ലോ എന്റെ വീട്. അപ്പൊ കാസർഗോഡേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റാത്തോണ്ട് ഞാൻ ഇവിടെ ഹോസ്റ്റലില് ഇപ്പൊ എന്റെ റൂമിൽ ഞാനിപ്പോ ഒറ്റക്കാനുള്ളത്. ഞാൻ അങ്ങനെ എപ്പോ നാട്ടിലേക്കൊന്നും പോകില്ല. ഈ പൂജ ഹോളിഡേന്റെ ലീവിന് പോകും, പിന്നെ അത് കഴിഞ്ഞാൽ ക്രിസ്മസിന് അങ്ങനെ പോലു. കാരണം ഭയങ്കര ദൂരമായതുകൊണ്ട് ഞാനിങ്ങനെ പോവല് കുറവാണ്. എനിക്കിപ്പോ 22 വയസ്സാണുള്ളത്. കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും വീട്ടുകാർക്ക് യാതൊരുവിധ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കാണ്. എന്റെ പാഷൻ എന്താ ചോദിച്ചാൽ അതിതാണ്, കോണ്ടന്റ് ക്രിയേഷൻ ആണ് എന്റെ പാഷൻ. ഡിഗ്രി എന്തുകൊണ്ട് ഞാൻ തൃശ്ശൂർ ചൂസ് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി തൃശ്ശൂർ ജില്ല ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് തൃശ്ശൂർ ജില്ലയോട് ഭയങ്കര ഒരു താല്പര്യമാണ്. ഡിഗ്രി തൃശ്ശൂർ ആയതുകൊണ്ട് ഞാൻ മാസ്റ്റേഴ്സും തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ ഗുരുവായൂരേക്ക് വന്ന് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഇപ്പൊ MSc സെക്കൻഡ് ഇയർ ആണ്. ഞങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് സെമ്മിന്റെ സെക്കൻഡ് സെമ്മിന്റെ എക്സാം കഴിഞ്ഞു. ഇനിയിപ്പോ തേർഡ് സെം എന്നൊരു യുദ്ധകളത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചിട്ടാണുള്ളത്. കോണ്ടന്റ് ക്രിയേഷനിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പണ്ട് ടിക്ടോക്കിൽ വലിയ സംഭവമായിരുന്നു. ഞാൻ ടിക്ടോക്കിൽ ഇങ്ങനെ കത്തി കയറി മറ്റേ ഈ സാധനക്കില്ലേ വർമുടിയിൽ മുല്ലപ്പൂവും ആ സാധനമൊക്കെ ചെയ്ത് ഞാൻ ഭയങ്കര കണ്ണാപ്പിട്ട് കത്തി കയറുന്ന ഒരു സമയത്ത് കോണ്ടന്റ് ക്രിയേഷൻ എവിടേക്കും എനിക്ക് സന്തോഷം തരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പൊ അതിനുശേഷം ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറിയപ്പോ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടാൻ തുടങ്ങി. റീൽ ഇട്ടിട്ട് ഇപ്പൊ യൂട്യൂബ് തുടങ്ങി. യൂട്യൂബിൽ ഞാനിപ്പോ ഇടാൻ തുടങ്ങി. അങ്ങനെ ഞാനിപ്പോ ഇട്ടിട്ട് പിച്ച വെച്ച് വരുന്ന ഒരു കുഞ്ഞു പൈതലാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ലൈഫിൽ ഇപ്പൊ കറന്റ്ലി നടക്കുന്ന ഒരു കാര്യം. ഒരു കുട്ടി ഇൻട്രൊഡക്ഷൻ വീഡിയോയും എന്നെ പറ്റി കുറെ ഐഡിയ ഒക്കെ കിട്ടി വിചാരിച്ച് പിന്നെ എല്ലാരും പറയുന്ന പോലെ ഇഷ്ടമായ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.